അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അൻവാർ എഫ്എസിന്റെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന, ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. റജബും ശഅബാനും ബറക്കത്തിലാക്കി റമദാനിലേക്ക് ആഫിയത്തോടെ എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 31. അതായത് ഇന്ന് രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 വിട പറഞ്ഞ് രണ്ടാമത്തെ 10ൻ്റെ ആദ്യ രാവ്, അതായത് ഇന്നത്തെ മഗ്രിബോടെ കയറി വരുന്നു. മറ്റൊരു പ്രത്യേകത നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 31, അതായത് ഇന്നത്തെ അർദ്ധരാത്രിയോടുകൂടെ സാധാരണ നമുക്കെല്ലാം അറിയാവുന്ന പോലെ കയറി വരുന്നത് ന്യൂ ഇയർ 2026 പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രഗത്ഭമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ആവേശത്തോടുകൂടെ പറയുകയും ആവേശത്തോടുകൂടെ ആശംസകൾ അറിയിക്കുകയും സന്ദേശങ്ങൾ പറയുകയും, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയൊരു ആവേശകരമായൊരു ദിവസം കൂടെയായിട്ട് ന്യൂ ഇയർ എന്ന് പറയുന്ന ആ ഒരു ദിവസം കൂടെ കയറി വരികയാണ്. അപ്പോൾ ഈ പ്രഗത്ഭമായ സമയത്ത് പ്രധാനപ്പെട്ട് നമ്മൾ നിർബന്ധമായി മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അതായത് ഇത് നമ്മൾ പറഞ്ഞല്ലോ, പരിശുദ്ധമായ റജബിൻ്റെ ഏറ്റവും പോരിശയാക്കപ്പെട്ട പ്രഗത്ഭമായൊരു രാത്രി അല്ലെങ്കിൽ പ്രഗത്ഭമായ ഒരു മാസം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ 2026 ന്യൂ ഇയർ കയറി വരുന്നൊരു സന്ദർഭം. അപ്പോൾ റജബ് മാസത്തിൽ ന്യൂ ഇയർ കയറി വരുമ്പോൾ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ചർച്ച. അതായത് ഒന്ന്, നമ്മൾ പറഞ്ഞു റജബിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഇന്ന് മഗ്രിബോടെ സലാം പറയും. രണ്ടാമത്തെ 10ൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ 10-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കാര്യമാണ് നമ്മളോട് വേണമെന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ദിക്റുകൾ. ഇനിയുള്ള 10 ദിവസങ്ങൾ, ഇന്നത്തെ മഗ്രിബ് മുതൽ 10 ദിനരാത്രങ്ങൾ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ പരിശുദ്ധമായ ഈ ഒരു പ്രത്യേകമായ തസ്ബീഹാണ്, ഈ ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കി ഓതി അതിൻ്റെ പോരിശകളെല്ലാം നമ്മൾ നേടിയെടുക്കണം. ഇതാണ് ആ ദിക്ർ. സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് എന്ന് പറയുന്ന ദിക്റാണ്. ഈ ദിക്ർ അൽഹംദുലില്ലാ നമ്മൾ 100 വട്ടം, അതിൻ്റെ കൂലി പറയുന്ന ഭാഗത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കണക്കാക്കാൻ പറ്റുന്ന നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ അപ്പുറം വലിയ വമ്പൻ പ്രതിഫലം ഇത് ചൊല്ലുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി മുതൽ ഇനി 10 ദിവസത്തേക്ക് നമ്മൾ പതിവാക്കേണ്ടത് സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് എന്ന് പറയുന്ന, അല്ലാഹു ഒരുവനാണ്, അവൻ സ്വമദാണ്, നിരാശ്രയനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവർക്കും അവൻ്റെ ആശ്രയം വേണം. ഇതാണ് പറയുന്നത്. ആ ദിക്റിന് വല്ലാത്ത ഫളലാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മുടങ്ങാതെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യും പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ ന്യൂജൻ, നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ആവേശമാണ് ന്യൂ ഇയർ, ഒരു പുതുവത്സരം എന്ന് പറയുമ്പോൾ. ക്രിസ്താബ്ദ പ്രകാരം ന്യൂ ഇയർ നമുക്ക് തുടക്കം ജനുവരി 1 അതിൻ്റെ സ്റ്റാർട്ടിങ്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ന്യൂ ഇയർ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ, നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഹിജറ കലണ്ടറിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഹിജറ കലണ്ടറിൻ്റെ തുടക്കം, ഒന്നാമത്തെ ഫസ്റ്റ് വൺ, ആദ്യത്തെ മാസം അത് മുഹറമാണ്. അതാണ് നമ്മുടെ ന്യൂ ഇയർ, പുതിയ വർഷം. അതായത് നമ്മുടെ വയസ്സിൻ്റെ അടിസ്ഥാനം കണക്കാക്കുന്നത് എല്ലാം അങ്ങനെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് നോക്കുന്നത് എല്ലാം ഹിജറ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ക്രിസ്തു വർഷ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ പല ഫംഗ്ഷനും തീരുമാനിക്കുന്നത്. പക്ഷേ ആ തീരുമാനിക്കുന്ന പല പരിപാടികളും, ഇപ്പോൾ ജനുവരി ഒരു ഡേറ്റ് എടുത്തു, അല്ലെങ്കിൽ ഫെബ്രുവരി ഡേറ്റ് എടുത്തു, മാർച്ചിൽ ഡേറ്റ് എടുത്തു, ഒരു കാര്യത്തിന് ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് എടുത്ത നമ്മുടെ സൗകര്യം അനുസരിച്ച് ഡേറ്റ് എടുത്തു. പിന്നെ അത് അറബി ഹിജറ കലണ്ടറിൽ കണക്കാക്കി വരുമ്പോൾ, അറബി മാസത്തിലേക്ക് കണക്കാക്കി വരുമ്പോൾ അത് പലപ്പോഴും നെസ്സുള്ള ദിവസമാകും, അല്ലെങ്കിൽ തീരെ നമുക്ക് ഈ ഫംഗ്ഷൻ, കല്യാണം, മറ്റു പ്രോഗ്രാമുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളാണ്, ബറക്കത്തുള്ള ദിവസമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയത്തിൽ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ഏത് പ്രധാനപ്പെട്ട പ്രോഗ്രാം, കല്യാണമായാലും വീടിൻ്റെ താമസമായാലും വീട് സ്റ്റാർട്ട് ചെയ്യലായാലും പുതിയ വാഹനം ഡെലിവറി ആയാലും ഏകദേശം ഓരോ മാസത്തിനെയും പിറ കാണുമ്പോഴാണ് ആ മാസത്തിൻ്റെ ഒന്ന് തീരുമാനിക്കുന്നത്. ഏതായിരുന്നാലും ഒരു ചെറിയൊരു ശ്രദ്ധ അനിവാര്യമാണ്.
പ്രത്യേകിച്ച് കല്യാണമൊക്കെ ആദ്യം അറബി ഡേറ്റ് എന്നാന്ന് നോക്കണം. ആ അറബി ഡേറ്റ് എന്നാണോ ക്രിസ്താബ്ദം, അപ്പോൾ നമുക്ക് നമ്മുടെ ലെറ്ററിലൊക്കെ കൊടുക്കാൻ പറ്റും. പ്രാധാന്യം ഹിജറ കലണ്ടറിനാകണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അത് സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഡിസംബർ 31 അർദ്ധരാത്രിയോടുകൂടെ വലിയ ആവേശത്തിൻ്റെ ആരവം മുഴക്കൽ നമ്മുടെ മക്കൾക്കിടയിൽ, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കാണുന്നുണ്ട്. അതിൽ പലപ്പോഴും നമുക്ക് വേദനയാകുന്നത് അനിസ്ലാമികമായ, അള്ളാഹുവിന് പൊരുത്തമല്ലാത്ത, ദീനിന് പൊരുത്തമല്ലാത്ത ഒരു മുസ്ലിം സഹോദര സഹോദരിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങൾ, അത് ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ചില ആഘോഷങ്ങളിൽ കയറി വരുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് വരാതിരിക്കാം, നമ്മുടെ ചർച്ചയില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവർ മുസ്ലിമാണ് എന്നതാണ്. മുസ്ലിമാന്ന് പറഞ്ഞാൽ മുസ്ലിം എന്താ അർത്ഥം? അള്ളാഹുവിനെ അനുസരിച്ചവൻ, ദീനിനനുസരിച്ചു, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവാണ്, അതാണ് മുസ്ലിം, യഥാർത്ഥ മുസ്ലിം. അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ ഫ്രീഡം, സ്വാതന്ത്ര്യം എടുക്കുന്ന പല കാര്യങ്ങളും ദീൻ ശക്തമായി എതിർത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം ഒരിക്കലും തിന്മകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെ വിൽപ്പന, ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സന്ദർഭം ന്യൂ ഇയറിൽ നമ്മൾ കണക്ക് നോക്കിയാൽ, ഇനി പത്രങ്ങളോ മാധ്യമങ്ങളോ നോക്കുമ്പോൾ അറിയാം എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യമാണ്, ലഹരിയാണ് വിറ്റഴിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു പുതുവത്സരം, പുതിയ വർഷം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് മതിമറന്ന് തിന്മകൾ ചെയ്ത് അരുതായ്മകൾ ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച് ആഘോഷിക്കേണ്ടതല്ല. വിശ്വാസി മരണത്തിലേക്ക് ഒരു വയസ്സുകൂടെ അടുത്തു എന്ന് പറഞ്ഞുള്ള ആലോചനകൾ നടത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വയസ്സ് മുഹറത്തിനാണ് കയറി വരുന്നതെങ്കിൽ പോലും തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് നമ്മളുടെ സാധാരണ നമ്മൾ പുതുവത്സരം അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറയാറുള്ള ഈ ഡിസംബറിൻ്റെ അവസാനത്തെ വർഷം തീരുന്നതും ജനുവരി കയറി വരുന്നതും സ്റ്റാർട്ടിങ് പുതിയ വർഷം. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആഘോഷങ്ങളിൽ മതിമറന്നുകൊണ്ട് തിന്മയിലേക്ക് പോകുകയല്ല, അരുതായ്മയിലേക്കും അനാചാരത്തിലേക്കും പോകാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് ആലോചനയിലേക്കാണ് വരേണ്ടത്. അല്ലാഹുവേ, കഴിഞ്ഞ കാലം, ഈ ഒരു വർഷക്കാലം, കഴിഞ്ഞ ന്യൂ ഇയർ മുതൽ ഈ ന്യൂ ഇയർ വരെയുള്ള ഈ വർഷക്കാലം ഒരുപാട് അപരാധങ്ങൾ, തിന്മകൾ, തെറ്റായ ട്രാക്കിലൂടെ പോകലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് റിവേഴ്സ് വരാൻ പോവുക, ഇനി നല്ല ആളാവാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തകൾ അങ്ങനെയാണ്. നന്മയിലേക്ക് ഈ വർഷം എനിക്ക് എത്ര പേരെ സഹായിക്കാൻ പറ്റും, എത്ര ചാരിറ്റി നടത്താൻ പറ്റും, എത്ര ആളുകളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞത് ബന്ധം കൂട്ടി യോജിപ്പിക്കാൻ പറ്റും, ഞാൻ നല്ലൊരു ക്യാരക്ടറായി എങ്ങനെ മാറാൻ പറ്റും, എൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം സന്തോഷത്തിലും വലിയ സമാധാനത്തിലും നല്ല പെരുമാറ്റത്തിലും എങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നന്മയുടെ ചിന്തയുടെ നന്ദി കുറിക്കുന്ന തുടക്കമാകട്ടെ നമ്മുടെ ഈ കൊല്ലത്തെ ന്യൂ ഇയറും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരസ്പരം ഓർക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർക്കാൻ അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ഹറാമുകൾ, അതിന് ലൈസൻസ് കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ അതിന് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നത് പോലെ ഒരു പ്രത്യേകമായ സ്വാതന്ത്ര്യമുണ്ട് കള്ളുമായിട്ട് ബന്ധപ്പെടാൻ, മദ്യവുമായിട്ട് ബന്ധപ്പെടാൻ. മദ്യം, കള്ള് കഴിക്കാം, മദ്യം കഴിക്കാം, അതിനൊരു ഫ്രീഡം കിട്ടുന്നൊരു ദിവസം, അതിനാരും ചോദിക്കാനില്ല, ആരും പറയില്ല. അന്ന് അതിന് അനുവദിക്കപ്പെട്ട ദിവസം പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും, അന്ന് പിന്നെ ആരായാലും അങ്ങനെ ആകൂലേ എന്നൊക്കെ പറഞ്ഞ് പറയാൻ ആളുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളോട് ഈ വിഷയത്തിലൊക്കെ ദീൻ, പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിൻ്റെ നിയമം ഇടപെട്ടിട്ടുണ്ട്. അത് ന്യൂ ഇയർ ആയാലും വേണ്ടില്ല, പെരുന്നാളായാലും വേണ്ടില്ല, കല്യാണമായാലും വേണ്ടില്ല. ഒരു തുള്ളി മദ്യത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിൽ, ഇതിന് മധുരാണോ, ഉപ്പാണോ, ചവർപ്പാണോ, കയ്പ്പാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റ് അറിയാനാണ്, കുടിക്കാനല്ല. ഒരു നാവിൻ്റെ തുമ്പ്, നാവിൻ്റെ അഗ്രഭാഗത്ത് ഒരു തുള്ളി ഒന്ന് ഇറ്റിക്കൽ പോലും ഹറാമാണ്, ഹറാമാണ്. അള്ളാഹു കാക്കട്ടെ. ശക്തമായി അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് നോക്കണ്ട, അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ല. ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് മദ്യവുമായിട്ട് ബന്ധപ്പെടുക. ഏത് ഹറാമിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ഭാഗവും വലിയ പ്രശ്നമാണ്. ജീവിതത്തിൽ പലരും ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ മദ്യത്തിൻ്റെ അടിമകളായത് അല്ലെങ്കിൽ ലഹരിയുടെ അടിമകളായത്, അവർ മദ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം കുറിച്ച് ഏതോ ഒരു ന്യൂ ഇയറിൽ ഫ്രണ്ട്സിനോട് കൂടെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു തിന്മയാണ്. ആ ഒരു തിന്മയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നിവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കേസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ, കവർച്ചകളുടെ കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, കൊലപാതകത്തിൻ്റെ കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അയൽവാസിയെ ആക്രമിച്ച കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഏത് കേസിൻ്റെയും പിന്നിൽ അതിൻ്റെ ഇത്രയും
ഇത്രയും ഒരു 100 പേര് ക്രിമിനലായ ആളുകളെടുത്താൽ അവരുടെ ആ തിന്മ ഏത് തെറ്റാണോ ചെയ്ത്, കൊലപാതകമാണോ, കള്ളാണോ, അവർ മോശനാണോ, ബലാത്സംഗം എന്താ ചെയ്തത്, അവരുടെ കുറ്റകൃത്യം ചെയ്ത 100 ആളുകളെ പരിശോധിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം ശതമാനവും കള്ളുമായിട്ട്, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിലാണ്, അതിൽ നിന്നുണ്ടാകുകയാണ്. അതാണ് ഉമ്മുൽ ഖബായിസ്. ഖംർ ഉമ്മുൽ ഖബായിസാണ്, അതായത് തിന്മകളുടെ മാതാവാണ് കള്ള് എന്നാണ് പരിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ദീൻ പറയുന്നത്. അതുകൊണ്ട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഈ വിഷയത്തിൽ. ഒരിക്കലും ന്യൂ ഇയറിൻ്റെ പേരിൽ അത്തരം മോശപ്പെട്ടതിലേക്ക് കടക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ഫാമിലിയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊക്കെ സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ മോനെന്താ പണി, അവർക്കെന്താ ഇന്ന് പ്രോഗ്രാം, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. തിന്മകൾ കാരണം ആ ഒരു ദിവസത്തെ ഒരു ദുർബല നിമിഷത്തിൽ കൂട്ടുകെട്ടിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ആ ഒരു തിന്മ ലൈഫ് ടൈം മുഴുവൻ തകർക്കാൻ കാരണമാവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, റജബ് എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിലാണ് ന്യൂ ഇയർ വരുന്നത്. ഇത് ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. തെറ്റുകൾ ചെയ്യാനുള്ളതല്ല, ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് പറയാനുള്ള മാസമാണ്. പുറത്തിറങ്ങി അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ആ മാസത്തിൽ വീണ്ടും തെറ്റെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മര്യാദകേടാണ്. ഈ മാസത്തിനോടുള്ള അപമര്യാദയാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ നിസ്സാരമാക്കുക, അത് ഏറ്റവും വലിയ അടി കിട്ടാൻ കാരണമാകും. നമ്മുടെ ലൈഫ് പ്രിയപ്പെട്ടവരെ തകർന്ന് തരിപ്പണമായി പോകും. അത് മതിയാകും തകരാൻ. വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അള്ളാഹു ആദരിച്ച മാസമായതുകൊണ്ട് തന്നെ ഈ മാസത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദരിക്കണം. അനാദരവിൻ്റെ ഒരു പ്രോഗ്രാമും നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ മൂന്നാമത്തൊരു കാര്യം, തിന്മകൾ സംഭവിക്കുന്നതിന് വളരെ ശ്രദ്ധിക്കണം. കാരണം അശദ്ദു ഇഖാബ എന്നാണ് ഖുർആനിൻ്റെ സന്ദേശ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. ഫലാ തുളിമു ഫീഹി അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ മാസത്തിൽ. കാരണം അശദ്ദു ഇഖാബ, ശക്തമായ പണിഷ്മെൻ്റ് ഉണ്ടാവും, അദാബ് ശക്താവും, ശിക്ഷ ശക്തമാവും. വളരെ കെയർഫുള്ളായിരിക്കണം എന്നാണ് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത്തരം ദുരന്തങ്ങളിലേക്ക് ആയിപ്പോകാൻ പാടില്ല. ഇക്കൊല്ലത്തെ ന്യൂ ഇയർ ഈ റജബ് മാസത്തിൽ കയറി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾ തിന്മകളിൽ നിന്ന് പാടെ മാറി നിന്നുകൊണ്ട് നന്മയുടെ ജീവിതത്തിൻ്റെ നന്ദി കുടിക്കുന്നതാകട്ടെ അൽഹംദുലില്ലാ നമ്മുടെ ഈ ന്യൂ ഇയറിൻ്റെ തുടക്കവും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾ ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും യഥാർത്ഥത്തിൽ സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ നാട്ടിനും വീട്ടിനും രാജ്യത്തിനും നമ്മളുടെ മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ചാരിറ്റിക്ക് പറ്റുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായി പ്രിയപ്പെട്ടവരെ നാമൊക്കെ നമ്മുടെ ക്യാരക്ടർ മാറ്റിയെടുക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാകണം. അല്ലാഹു അങ്ങനെയാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله